ഹായ് ഹലോ. അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലും ഇവിടെയായിട്ട്, അതായത് നമ്മുടെ നാട് വിട്ട് മാറുമ്പോൾ ഉള്ള ഒരു വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ അത് പലർക്കും പല സംശയങ്ങളാണ്. എന്തോരം ചിലവാകും മാൾട്ടയിൽ, നമുക്ക് ജീവിത ചിലവ് എങ്ങനെ, അപ്പോൾ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമോ, കൂടുതലാണോ ചിലവ് എന്നൊക്കെ ഉള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നാട്ടിലും ഇവിടെയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് പറയാം, നമ്മുടെ വീടും നാടും ഒക്കെ മാറി നിൽക്കുകയല്ലേ. പുതിയൊരു കാലാവസ്ഥ, പുതിയൊരു ജീവിത രീതി, പുതിയൊരു റൊട്ടീനാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. അല്ലാതെ തന്നെ നമുക്കിപ്പോൾ ഒരു മാസം സാലറി കിട്ടുമെന്ന് വെച്ചോ, നമ്മളിപ്പോൾ വീട്ടിലാണെങ്കിൽ നമുക്ക് വാടക കൊടുക്കണ്ട, അതിന് വേണ്ടി നമ്മളിവിടെ റെന്റ് പേ ചെയ്യും. സാധാരണ ഒരു ആവറേജ് റെന്റ് എന്ന് പറഞ്ഞാൽ 250 യൂറോ ആയിരിക്കും. അപ്പോൾ നമുക്കൊരു ഒരു യൂറോ 100 രൂപയായിട്ട് നമുക്ക് ഏകദേശം കണക്ക് ഒരു 95 96 ആ ഒരു റേഞ്ചാണ് ഇപ്പോൾ നിലവിൽ ഒരു യൂറോയുടെ റേറ്റ്, എക്സ്ചേഞ്ച് റേറ്റ് ഇന്ത്യൻ മണിയിൽ എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മൾ 100 വെച്ച് കണക്കാക്കും. അപ്പോൾ നിങ്ങൾക്ക് കണക്ക് ഏകദേശം എളുപ്പമാവും. അപ്പോൾ 250 യൂറോയാണ് ഒരു ദിവസം, ഒരു മാസത്തെ വാടക, ആവറേജ് വാടക. പിന്നെ നമ്മുടെ സാധനങ്ങളുടെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ നമ്മളൊരു 10 കിലോ അരി വാങ്ങുമ്പോൾ എത്രയാവും, ഇവിടെ ആണെങ്കിൽ 10 കിലോ അരിക്ക് ഒരു 20 യൂറോ. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം എത്ര, അതായത് 20 യൂറോ, അത് ഒരു യൂറോ വെച്ച് കണക്കാക്കുമ്പോൾ എത്ര രൂപയാവും അരിക്ക് എന്ന് നിങ്ങൾ ഉദ്ദേശിക്കും മനസ്സിലാവും. അതുപോലെ നാട്ടിൽ കിട്ടുന്ന നമ്മുടെ സാധനങ്ങളുണ്ടല്ലോ, സ്പൈസസ്, പിന്നെ ഇപ്പൊ പായസത്തിനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടാറില്ല. ഇവിടെ അങ്ങനത്തെ ഐറ്റംസ് ഒന്നുമില്ല. ഇവിടെ പാസ്ത, പിന്നെ ഇവിടെ കുറെ ബ്രെഡിന്റെ വെറൈറ്റി ഐറ്റംസ് ഉള്ള ഫുഡാണ് കൂടുതൽ അവർ യൂസ് ചെയ്യുന്നത്. പിന്നെ ചിക്കനും മീറ്റും ഒക്കെ നമ്മൾ അവരുടെ രീതിയിൽ എന്ന് വെച്ചാൽ അവരിങ്ങനെ ഒരുപാട് കുക്ക് ചെയ്ത് കുറെ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് കഴിക്കുന്ന രീതിയല്ല. നമുക്കതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ കൂടുതൽ എല്ലാവരും ഇവിടെ നിന്ന് പാചകം ചെയ്ത് കഴിക്കുന്ന ആൾക്കാരായിരിക്കും സ്വന്തമായിട്ട്. അപ്പൊ ഈ സാധനങ്ങളൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങുമ്പോഴത്തേക്കും കുറച്ച് എക്സ്പെൻസീവ് ആണ്, നാട്ടിൽ കിട്ടുന്ന മാത്രമുള്ള കുറെ സാധനങ്ങൾ. പക്ഷെ മലയാളി കടകൾ ഇഷ്ടം പോലെ ഉണ്ട്, ചായക്കടകൾ വരെ ഉണ്ട്. അതായത് നമ്മുടെ നാട്ടിലെ അതേ സെറ്റപ്പിൽ പഴയ രീതിയിൽ ഉണ്ടാക്കിയ നമ്മുടെ ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന രീതിയിൽ വരെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഒരു കുഴിമന്തി വാങ്ങി, ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് 3 പേരായിട്ട് പോയി കുഴിമന്തി കഴിച്ചപ്പോഴത്തേനും 33 യൂറോ ആയി. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം എത്ര രൂപയാവും നമ്മളൊരു ദിവസം പുറത്തുനിന്ന് കഴിച്ചാലെന്ന്. ഒരു ദിവസം ഒരു നേരം ഫുഡ് പുറത്തുനിന്ന് കഴിച്ചു കഴിഞ്ഞാൽ, ഫുഡ് പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നവർക്ക് മാക്സിമം നല്ല രീതിയിൽ എക്സ്പെൻസീവ് ആയിട്ട് നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്ന ഒരാളിന്, അതായത് വെച്ച് കഴിക്കുന്ന ഒരാളിന് ഒരു 100 അല്ലെങ്കിൽ 150 യൂറോയ്ക്ക് അപ്പുറം മാക്സിമം പോവാറില്ല എക്സ്പെൻസ്. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ പിടിച്ച് ചിലവാക്കുന്ന പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഒരു 250 റെന്റ് പറഞ്ഞു. പിന്നെ അതിൽ തന്നെ യൂട്ടിലിറ്റി ബില്ല് സെപ്പറേറ്റ് ആയിരിക്കും, വാട്ടർ ബില്ലും പിന്നെ എന്നാ നമ്മുടെ ഗ്യാസ് കണക്ഷൻ ഉള്ളിടത്താണെങ്കിൽ അത് അപ്പം നമ്മളത് ഗ്യാസിൻ്റെ അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കാണും. പിന്നെ ഇലക്ട്രിസിറ്റി ബില്ല്, ഈ സാധനങ്ങളെല്ലാം കൂടെ ചേർന്ന ഒരു 20-25 യൂറോ മാസം, അല്ലെങ്കിൽ 2 മാസത്തിലൊരിക്കൽ 40 യൂറോ അങ്ങനെയാണ് വരുന്നത് സാധാരണ ബില്ല് വരുന്നത്. അപ്പം അതും ചേർന്ന് വരുമ്പോഴത്തേക്കും ഒരു 250, പിന്നെ ഒരു 50, പിന്നെ എന്നാ ഒരു 25 യൂറോ ഫോൺ ബില്ല് അത് വരും. പിന്നെ അപ്പം അതും എക്സ്പെൻസും റെൻറ്റും എല്ലാം കൂടെ ചേരുമ്പോൾ തന്നെ ഒരു എമൗണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു 400 യൂറോയ്ക്ക് അടുപ്പിച്ച് നമുക്ക്, 350-400 യൂറോയ്ക്ക് അടുപ്പിച്ച് നമുക്ക് ആ ഒരു എക്സ്പെൻസ് ഇവിടുത്തെ ജീവിത ചിലവിന് ഒരു മാസത്തിന് നമുക്ക് വേണം. പിന്നെ അഡീഷണൽ ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടേതായിട്ടുള്ള പേഴ്സണൽ ഐറ്റംസ് വാങ്ങുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ളത് മാത്രമേ ഉള്ളൂ. ട്രാവലിങ്ങിന് നമുക്ക് എക്സ്പെൻസ് ഇല്ല. വണ്ടി ഇല്ലെന്നുണ്ടെങ്കിൽ, കാറില്ല, സ്കൂട്ടറില്ല എന്നുണ്ടാലും വിഷമിക്കൊന്നും വേണ്ട. ഇവിടെ വന്നു കഴിഞ്ഞാൽ പബ്ലിക് ട്രാൻസ്പോർട്ട് നമുക്ക് ഫ്രീ ആണ്. നമ്മൾ ആദ്യം വരുമ്പോഴത്തേക്ക് 27 യൂറോ എങ്ങാണ്ടാണ് കാർഡ് എടുക്കാൻ. ആ ഒരു കാർഡ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാം. ആ കാർഡ് പതിപ്പിച്ചാൽ മാത്രം മതി, നമുക്ക് ട്രാവലിങ്ങിന് എക്സ്പെൻസ് ഇല്ല. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എന്നാ പറയുക, നമ്മൾ എത്രത്തോളം ചിലവാക്കുമോ അതിനനുസരിച്ചായിരിക്കും എക്സ്പെൻസ്. നമുക്കിപ്പം ആവറേജ് എനിക്കുന്ന ഒന്ന്, എല്ലാ ജോലിക്കാർക്കും ഒരു 7-7.5 യൂറോയാണ് ഇപ്പം മിനിമം അവർ വെച്ചേക്കുന്ന ഒരു റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് പെർ അവർ 7-7.5 യൂറോ. പിന്നെ അതിനകത്ത് നമ്മളിപ്പം പെർമിറ്റ് ഇല്ലാതെ ജോലി ചെയ്യുന്നവർ കാണും, ID കാർഡ് ഇല്ലാതെ ജോലി ചെയ്യുന്നവർ കാണും, പാർട്ട് ടൈം ജോലി ചെയ്യുന്നവർ കാണും. അവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 5 യൂറോ 5.5 യൂറോ പെർ അവറൊക്കെ കിട്ടുള്ളൂ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനിപ്പോൾ ഒരു ജോലി ചെയ്യുന്നുണ്ട്, എനിക്കൊരു പാർട്ട് ടൈമിന് പോകണം, പക്ഷെ എനിക്ക് സെക്കൻഡറി പെർമിറ്റ് ഒന്നും ഇല്ല. അപ്പോൾ എമർജൻസി ആയിട്ട് നമുക്ക് ഒരു വിളിക്കുമ്പോൾ അവർ രഹസ്യമായിട്ട്, ശരിക്കും പറഞ്ഞാൽ പെർമിറ്റ് ഇല്ലാതെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ടോ, അല്ലെങ്കിൽ ഇപ്പം നമ്മളെ ചെക്കിങ് ഉണ്ട് ഇടയ്ക്കിടയ്ക്ക്, അപ്പോൾ അവരാരെങ്കിലും നമ്മളെ കൈയോടെ പിടിക്കുവാണ്, നമുക്ക് ID കാർഡ്, അതായത് സെക്കൻഡറി പെർമിറ്റ് ഇല്ലാതെ നമ്മൾ ശരിക്കുള്ള ID കാർഡിനകത്ത് നമ്മുടെ വർക്ക് എന്താണോ നമ്മുടെ ജോലി എന്നുള്ളത് എഴുതിയിരിക്കും. ആ ജോബിനല്ലാതെ നമ്മൾ വേറൊരു സ്ഥലത്ത് നമ്മൾ ജോലി ചെയ്യാണ് സെക്കൻഡറി പെർമിറ്റ് ഇല്ലാതെ എന്നുണ്ടെങ്കിൽ, വേറെ ആക്ഷനൊന്നും പെട്ടെന്ന് നമ്മളെ പിടിക്കുകയോ മടിക്കുകയൊന്നുമില്ല, നമ്മുടെ കാർഡ് അങ്ങ് ക്യാൻസൽ ചെയ്യും, തിരിച്ചു കയറ്റി വിടും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് സെക്കൻഡറി പെർമിറ്റ് ഇല്ലാതെ ജോലി ചെയ്യുന്നത് ഭയങ്കര റിസ്ക് ആണ്. അപ്പോൾ പെർമിറ്റ് ഇല്ലാതെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, പക്ഷേ പാർട്ട് ടൈം ആയിട്ടൊക്കെ
അപ്പൊ അവരുടെ റേറ്റ് എപ്പോഴും കുറവായിരിക്കും. ഒരു 5.5 ഒക്കെ ആയിരിക്കും പെർ അവർ കിട്ടുന്നത്. ബാക്കി ഒരുവിധം എല്ലാ ജോലിക്കും എനിക്ക് തോന്നുന്നു നേരത്തെ ഉണ്ടായിരുന്നതിനെക്കാട്ടിലും 6.5 ആയിരുന്ന ക്ലീനിങ് ജോബൊക്കെ ഇപ്പൊ 7.5 ആക്കി. അപ്പോൾ ഒരു 7.5 പെർ അവർ ആയിരിക്കും അവരുടെ അവർലി സാലറി. അപ്പൊ അത് വെച്ച് എനിക്ക് തോന്നുന്നു ഓരോ കമ്പനീസിനും അവർക്ക് മാക്സിമം ജോലി ചെയ്യാൻ പറ്റുന്ന അവേഴ്സിന് ലിമിറ്റേഷൻ ഉണ്ട്. ചില കമ്പനീസ് 160 അവേഴ്സ് ആയിരിക്കും പെർമിറ്റ് ആക്കിയിരിക്കുന്നത്, ചില കമ്പനീസ് 173, പിന്നെ ചിലയിടത്താണെങ്കിൽ ഓവർ ടൈമിന്റെ ഓപ്ഷൻ ഉണ്ട്. അതിനനുസരിച്ച് പെർ അവർ സാലറി വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്കിലും ഒരു ആവറേജ് സാലറി 1000 യൂറോ, അതായത് 1,00,000 രൂപ നമുക്കിവിടെ സാലറി ഏറ്റവും മിനിമം എനിക്ക് തോന്നുന്നു അത്രയും കിട്ടുമായിരിക്കും. ഒരുവിധം എല്ലാവർക്കും 1000 യൂറോ വെച്ചിട്ട് കിട്ടും. 1,00,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 40,000 രൂപയോളം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ എക്സ്പെൻസിന് കാര്യത്തിന് വേണ്ടി നമുക്കിവിടെ ചിലവാകും. പിന്നെ ഒരു 60,000 രൂപ നമുക്ക് എങ്ങനെ, അതായത് ഏറ്റവും മിനിമം ജോലിയുടെ കാര്യമാണ് ഞാൻ പറയണത്, 60,000 രൂപ നമുക്ക് കയ്യിൽ മാറ്റി വെക്കാൻ കാണുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിക്കുക, തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുക. പിന്നെ നമുക്ക് ഇവിടെ കുപ്പി എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് കേട്ടോ. കുപ്പി കൊണ്ടുവന്നാൽ നമുക്ക് ഇപ്പം എല്ലാവരും ഒരുവിധം എല്ലാവരും ഇവിടുത്തെ വെള്ളത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചിലവാട്ടോ. വെള്ളം നമ്മൾ ബോട്ടിൽ വെള്ളമായിരിക്കും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന. കാര്യം കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടുത്തെ സാധാരണ അവൈലബിൾ ആയിട്ടുള്ള വെള്ളം എടുക്കാറില്ല. കാര്യം കടലിൽ നിന്നുള്ള വെള്ളം അവർ റിഫൈൻ ചെയ്ത് അതിൽ നിന്ന് നല്ല ശുദ്ധീകരിച്ച് തന്നെ വരുന്നത്. പക്ഷെ അത്രയ്ക്കും എഡിബിൾ ആയിട്ടുള്ളതല്ല ഇവിടുത്തെ വെള്ളം. അതെന്താണ് കാരണം എന്ന് എനിക്കറിയില്ല. എല്ലാ അറബി രാജ്യങ്ങളും ഒക്കെ പോലെ തന്നെ ഔട്ട്സൈഡേഴ്സ് എല്ലാവർക്കും അറിയാം നമ്മളിവിടുത്തെ വെള്ളം പച്ചവെള്ളം കുടിക്കുന്ന പോലെ എടുത്ത് കുടിക്കാറില്ല, പൈപ്പ് വെള്ളം. അപ്പോൾ നമ്മൾ കുപ്പി വെള്ളം വാങ്ങേണ്ടിയിരിക്കും. പിന്നെ നമ്മുടെ പാചകത്തിനൊക്കെ നമുക്ക് സാധാരണ പൈപ്പ് വെള്ളം യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ വെള്ളത്തിന് വേറെ വ്യത്യാസമൊന്നുമില്ല, അങ്ങനെ ഉപ്പ് രസം അങ്ങനെയൊന്നുമില്ല, നല്ല വെള്ളമൊക്കെ തന്നെയാണ്. പക്ഷെ കുപ്പിവെള്ളമാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുപ്പിവെള്ളത്തിന് തന്നെ നല്ലൊരു എക്സ്പെൻസ് ആവും ഒരു മാസം. പിന്നെ ഈ കുപ്പി നമുക്ക് റീസൈക്കിളബിൾ ആണ്. അപ്പോൾ നമുക്ക് BCRCയുടെ ഒക്കെ ബോട്ടിൽ ബൂത്തുകളുണ്ട്. അപ്പം നമുക്ക് അതുകൊണ്ടൊന്ന് ബോട്ടിൽ ഒരു മാസം നമ്മൾ കളക്ട് ചെയ്ത് വയ്ക്കണം ബോട്ടിലുകൾ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ. പിന്നെ ഈ ബിയറൊക്കെ അടിക്കുന്നവർക്കാണെങ്കിൽ അതിൻ്റെ ക്യാനുകളുണ്ട്, കുഞ്ഞു ക്യാനുകൾ. പിന്നെ ഈ ലിക്കർ അടിക്കുന്നവർക്ക് അത് എല്ലാ ബോട്ടിൽസ് ഒന്നും അക്സെപ്റ്റബിൾ അല്ല. അതിനായിട്ടുള്ള ബാർകോഡുള്ള ബോട്ടിൽസുകളുണ്ട്. അത് നമുക്ക് തിരിച്ചു കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഒരു ബോട്ടിലിന് 10 സെന്റ് വീതം നമുക്കിങ്ങനെ, ഇപ്പം നമ്മൾ 10 ബോട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ 1 യൂറോ ഒരു പേപ്പർ പ്രിന്റ് ആയിട്ട് വരും. അത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിന്റെ അക്സെപ്റ്റുള്ള ആയിട്ടുള്ള ഷോപ്പുകളുണ്ട്, അവിടെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള സാധനം വാങ്ങിക്കാൻ പറ്റും. അങ്ങനെ ഒരു വലിയൊരു അതൊരു ഭയങ്കര മെച്ചപ്പെട്ട, എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം കേട്ടോ. അപ്പം നമ്മൾ ഈ വന്ന സമയത്തൊക്കെ ജോലിയും കാര്യങ്ങളൊന്നും കിട്ടുന്നതിന് മുന്നേ നമ്മൾ ഈ ബീച്ച് സൈഡൊക്കെ ആണെങ്കിൽ ഈ ബോട്ടിലുകൾ കളക്ട് ചെയ്ത് വെക്കുന്ന ബിന്നുകളുണ്ട്. അപ്പം നമുക്ക് തന്നെ ഇപ്പം നമുക്ക് സമയം വെറുതെ ഇരിക്കുകയാണ്, നമുക്ക് പോകാമെന്നുണ്ടെങ്കിൽ നമുക്ക് പോയി കളക്ട് ചെയ്യാം. നമുക്ക് പോയി കളക്ട് ചെയ്തിട്ട് ബോട്ടിൽ ബൂത്തിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കാനുള്ള ഈ പേപ്പർ പ്രിൻ്റൊക്കെ നമുക്ക് കിട്ടും. അങ്ങനെ ഒരു സെറ്റപ്പും കൂടെ ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെൻസ് നമ്മൾ എത്രത്തോളം ചിലവാക്കും അതിനനുസരിച്ചിരിക്കും നമ്മുടെ എക്സ്പെൻസ്. ബാക്കി ഇതൊക്കെ ഏകദേശം ഒരു ആവറേജ് കണക്കാട്ടോ. ആവറേജ് കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ, അതായത് നമ്മുടെ സ്ഥലത്തൊക്കെ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ പറഞ്ഞില്ല ബീച്ച് കാര്യങ്ങളാണ് കൂടുതലായിട്ടുള്ളത് മാൾട്ടയിൽ. നമുക്ക് എൻജോയ് ചെയ്യാം, ഫ്രീ ഓഫ് കോസ്റ്റിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി ഒരുപാടുണ്ട്. പിന്നെ ഒരുവിധം എല്ലാ കമ്പനികളും സമ്മർ പാർട്ടി വിന്റർ പാർട്ടി ഒക്കെ വെക്കാറുണ്ട് ഫ്രീ ഓഫ് കോസ്റ്റിൽ തന്നെ. അപ്പോൾ നമുക്ക് അതിലൊക്കെ കൂടി കഴിഞ്ഞാൽ നല്ലൊരു എൻജോയ്മെന്റ് കാര്യങ്ങൾ കിട്ടും. പിന്നെ ന്യൂ ഇയർ ക്രിസ്മസ് ഒക്കെ ഇവിടെ വലിയ ആഘോഷങ്ങളുണ്ട്. പിന്നെ ഇവിടെ ഫയർ വർക്ക്സുകൾ എന്ന് വെച്ചാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഓരോ ഈ 7 കോണ്ടിനെന്റുകളായിട്ടാണ് ഈ ഒരു മാൾട്ടയെ തിരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഓരോ ഏരിയാസിലും വലിയ വലിയ ചർച്ചുകളുണ്ട്, മെയിൻ പള്ളികളുണ്ട്, അല്ലാതെ തന്നെ ഒത്തിരി പള്ളികളും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പോൾ അവിടെ അതിൻ്റെയൊക്കെ പെരുന്നാൾ വരുമ്പോഴത്തേക്കും ഫയർ വർക്ക്സ് കാര്യങ്ങൾ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഫുഡ് ഡ്രിങ്ക്സ് ഒക്കെയാണ് ഇവരുടെ പ്രോഗ്രാമുകളുടെ എല്ലാം മെയിൻ സംഭവങ്ങൾ. അപ്പോൾ അവർക്ക് അതിനെല്ലാം ലിമിറ്റേഷൻ ഉണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് വന്നവർ മാത്രമേ ഇതിന് ഒരു ലിമിറ്റേഷൻ ഇല്ലാതെ ഇതിനേക്ക് മിസ്യൂസ് ചെയ്യണമെന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെ നമുക്ക് അതിനൊന്നും എക്സ്പെൻസീവ് ആവില്ല. പിന്നെ നമുക്ക് സിനിമ ഒരു മാസത്തിൽ ഒരു സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ ഒരു സിനിമയ്ക്ക് 15 യൂറോ 20 യൂറോ ആണ് ഒരു സിനിമയുടെ ടിക്കറ്റ് റേറ്റ്. പിന്നെ എന്നാ ഇതൊക്കെ തന്നെയാണ് ശരിക്കും ഏകദേശം ഉള്ള ഒരു നമ്മുടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു റേറ്റ്. പിന്നെ നമ്മുടെ കമ്പനീസിൽ പാർട്ടികൾ വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മളെ കൂടെയുള്ളവർ ചേർന്നാണ് പാർട്ടി നടത്തണമെങ്കിൽ നമുക്ക് പിരിവ് കാര്യങ്ങളൊക്കെ ഇട്ട് അതൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതല്ല. അതൊക്കെ നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്ന ആ ഒരു ചെറിയ ചെറിയ എമൗണ്ടുകൾ മാത്രമേ ഉള്ളൂ രാജ്യങ്ങളെ അപേക്ഷിച്ച്. പിന്നെ ടാക്സ് എന്ന് പറയുന്ന സംഭവം ഉണ്ട് കേട്ടോ. ടാക്സ് എന്ന് പറയുന്നത് നമ്മുടെ സാലറി ബേസ് ചെയ്തിട്ടായിരിക്കും ടാക്സ് കട്ട് ചെയ്യുന്നത്. അതെനിക്ക് തോന്നുന്നു നല്ലൊരു എമൗണ്ട് ടാക്സ് നമുക്ക് പോകുന്നുണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി ബാക്കി യൂറോപ്യൻ കൺട്രീസിനെ അപേക്ഷിച്ച് മാൾട്ടയിൽ കുറവാണ്. എങ്കിലും നല്ലൊരു എമൗണ്ട് നമുക്ക് ടാക്സ് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. പിന്നെ നമുക്ക് വർഷം അതായത് ഒരു വർഷത്തേക്കായിരിക്കും നമുക്ക് എഗ്രിമെന്റ് വെക്കുന്നത്. നമ്മുടെ ID കാർഡ് എന്ന് പറയുന്ന സംഭവം ഒരു വർഷത്തേക്കായിരിക്കും മിക്കവാറും വാലിഡിറ്റി ഉള്ളത്. ചില ജോലികൾക്ക് മാത്രമേ 3 വർഷം. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം 3 വർഷ കോൺട്രാക്റ്റാണ് ഞാൻ വെച്ചേക്കുന്നത്. അപ്പോൾ എനിക്ക് 3 വർഷത്തെ ID കാർഡാണ് കിട്ടിയത്.
പക്ഷേ ചില ജോലികൾക്ക് ആവറേജ് എല്ലാ ജോലികൾക്കും 1 വർഷത്തെ കോൺട്രാക്റ്റ് ആണ്. അപ്പോൾ 1 വർഷത്തിൽ നമ്മൾ ഈ ID കാർഡ് പുതുക്കിയെടുക്കണം. അപ്പോൾ ID കാർഡ് റിന്യൂവൽ എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പോൾ ID മാൾട്ടയിൽ നമ്മൾ 320 യൂറോ കൊണ്ട് അടയ്ക്കണം. അപ്പോൾ അതൊരു എക്സ്പെൻസ് ആണ് വർഷം നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്നത്. അല്ലാതെ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഏകദേശം ഒരു ഐഡിയ ഇത്രയൊക്കെയാണ്. അപ്പോൾ എങ്ങനെ ഏറ്റവും മിനിമം ജോലിക്കാർക്ക് പോലും ഒരു 60,000 രൂപ 50,000 60,000 രൂപയ്ക്കകത്ത് നമുക്ക് കയ്യിൽ വാങ്ങാൻ വേണ്ടി പറ്റും. അതാണ് ഏകദേശം ഒരു ഐഡിയ. പിന്നെ ഇപ്പം നല്ലൊരു ജോലി നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ 50,000 രൂപ നാട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു നാട് വീട് വിട്ടിട്ട് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. പക്ഷേ കുറേ കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ലൈഫ് സ്റ്റൈലൊക്കെ മാറും. ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ പല റെസ്ട്രിക്ഷനും കാണും. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ നാട്ടിലാണെങ്കിൽ നമ്മൾ ഫാമിലി ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മുടെ ഫാമിലിയാണ് നമുക്ക് നമ്മുടെ ചുറ്റും. അവരുമായിട്ട് ഓറിയൻറ്റഡ് ആയിരിക്കും നമ്മുടെ ലൈഫ്. അതിൽ ചിലപ്പോൾ നമ്മൾ ഭയങ്കര ബിസി ആയിരിക്കും. നമുക്ക് ഒരിക്കലും സമയം കിട്ടില്ല ഒന്നിനും കഴിക്കാനോ ഉണ്ണാനോ ഒന്നിനും നേരം കിട്ടില്ല. നമ്മളിങ്ങനെ യന്ത്രം പോലെ ഓടിക്കൊണ്ടേയിരിക്കണം. ചിലപ്പോൾ നമ്മൾ ജോലിസ്ഥലം വീട്ടിൽ നിന്ന് വീട്ടിലെ പിള്ളേരുടെ കാര്യം അങ്ങനെയായിരിക്കും നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബിസി ലൈഫായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ ശരിക്കും ഫ്രീ ആണ്. ഫ്രീ ആയതുകൊണ്ട് വേറൊന്നും കൊണ്ടല്ല, എന്ന് വെച്ചാൽ നമുക്ക് ആ ഫാമിലി എന്നുള്ള സംഭവം നമുക്കങ്ങനെ പുറകെ നടന്ന് നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതായി. അപ്പം എൻ്റെ കാര്യം മാത്രമായി. അപ്പോൾ കുറേ കൂടെ ഫ്രീ ആയി. പിന്നെ എൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഷിഫ്റ്റാണ്, ഓൾട്ടർനേറ്റീവ് ഷിഫ്റ്റാണ് കൂടുതലും വരുന്നത്. അപ്പോൾ ഒരു ദിവസം ഡ്യൂട്ടി 12 മണിക്കൂർ ഷിഫ്റ്റ് ആട്ടോ. ഒരു ദിവസം 12 ശരിക്കും പറഞ്ഞാൽ 12 മണിക്കൂർ പോയിട്ട് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമ്മൾ കിളി പോയാണ് വന്നത്. 12 മണിക്കൂർ ജോലി കഴിഞ്ഞ് വന്നാൽ പിന്നെ ഒരു 12 മണിക്കൂർ റെസ്റ്റ് എടുത്താൽ തന്നെ അത് ശരിയാവുള്ളൂ. എങ്കിലും പലർക്കും പല ഷിഫ്റ്റുകളാണ്. ചിലർക്ക് 8 മണിക്കൂർ ഷിഫ്റ്റുകളുണ്ട്. എങ്കിലും രാവിലെ 7 മണിക്കാണ് ഒരുവിധം എല്ലാ വർക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. 7 മണി എന്നൊരു സമയം ഉണ്ടെങ്കിൽ 5-നാണ് എല്ലാ സെക്ഷനിലോട്ടും. അപ്പോൾ രാവിലെ 7 മണി തൊട്ട് വൈകിട്ട് 7 മണി വരെയാണ് എൻ്റെ സെക്ഷൻ. അപ്പോൾ ഞങ്ങൾ ആ പഞ്ചിങ് ചെയ്ത് പഞ്ച് ഔട്ട് ചെയ്യുന്ന അത്രയും സമയം നമുക്ക് നല്ല പണിയാണ്. നല്ല പണി വെച്ചാൽ നല്ല പണിയാണ്. അപ്പോൾ ആ ഒരു ജോലിയും കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റ് എടുക്കാനേ ഉള്ളൂ. പിന്നെ ഫുഡ് ഉണ്ടാക്കി നാട്ടിലാകുമ്പോൾ നമുക്കൊരു വയ്യായി ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നമുക്ക് വയ്യ ജോലി കഴിഞ്ഞ് തളർന്നു വന്ന് നമുക്ക് വെള്ളം തരാൻ ആരെങ്കിലും ഉണ്ട്. ഇവിടെയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ തന്നെ എണീറ്റ് ചെയ്യണം. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ നല്ല ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് സന്തോഷമായിട്ട് പോവാം. വീട്ടുകാരും നാട്ടുകാരെയൊക്കെ മിസ് ചെയ്യും. പിന്നെ പ്രത്യേകിച്ച് കല്യാണ സദ്യ ഇതൊക്കെ മിസ് ചെയ്യും. അതൊക്കെ ഒരു വലിയ സംഭവമാട്ടോ. ഇനി പള്ളിപ്പെരുന്നാൾ, അമ്പലത്തിലെ ഉത്സവം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് ഇവിടെ കിട്ടാറില്ല. നമ്മുടെ നാട്ടിലുള്ള പോലത്തെ ഒരു വൈബും കാര്യങ്ങളും കിട്ടാറില്ല. പക്ഷേ ഞാൻ മാൾട്ടയിൽ വന്ന് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതെന്ന് വെച്ചാൽ നമ്മുടെ മലയാളീസ് ഒത്തിരി ഉള്ളത് കൊണ്ട് തന്നെ ചില വലിയ പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ, അതായത് ഞാൻ വന്നതിന് ശേഷം ഞാൻ കൂടി ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ന്യൂ ഇയർ പരിപാടിയാട്ടോ. ന്യൂ ഇയറിൻ്റെ ഈ വമ്പൻ ഷോ ആയിരുന്നു മലേഷ്യയിൽ. ആ പ്രോഗ്രാമിന് പോലും മലയാളീസ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ കിട്ടും അതിനിടയിലും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു മലേഷ്യയിൽ തന്നെ ഒരു വേറൊരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. അത് എന്താ സംഭവം എന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അതിനും മലയാളി പാട്ട്, അതായത് നമ്മുടെ മലയാളികളുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മുടെ കേരളത്തിലെ പാട്ടുകൾ, മലയാളം പാട്ടുകൾ ഇട്ടിട്ട് നമുക്ക് കളിക്കാനുള്ള അവസരമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ആൾക്കാർ കൂടുതലുള്ളത് കൊണ്ട് പല ഇപ്പോൾ ഞങ്ങളുടെ കമ്പനിയുടെ പ്രോഗ്രാമിന് പോലും, കമ്പനിയുടെ ഇവിടെ മാൾട്ടയുടെ പ്രോഗ്രാമിന് പോലും നമുക്ക് വേണ്ടി, നമുക്ക് കളിക്കാനും നമുക്ക് സന്തോഷിക്കാനും വേണ്ടി നമ്മുടേതായിട്ടുള്ള പാട്ടുകളും അവസരങ്ങളും ഒക്കെ ഇട്ട് തന്നിട്ട് അതിനുള്ള അവസരങ്ങളുണ്ട് ഇവിടെ. ഇപ്പം നമുക്ക് അവരുടേതായ രീതിയിലുള്ള എൻജോയ്മെൻറ്റിൻ്റെ അത്രയും നമ്മുടെ നാട്ടിലുള്ള ഉത്സവപ്പറമ്പുകളിലൊക്കെ ചെയ്യണ ആ ഒരു സെറ്റപ്പ് നമുക്ക് കിട്ടില്ല. പക്ഷേ എങ്കിൽ അതൊക്കെ മിസ് ചെയ്യാതെ എനിക്ക് തോന്നുന്നു ഇവിടെ വന്നിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. ഒത്തിരി ആൾക്കാർ അതിന് വേണ്ടിയിട്ട് മെനക്കെടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഒരുവിധം ചിലവ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഏകദേശം ഐഡിയ കിട്ടി കാണുമെന്ന് മനസ്സിലാവൂലേ. പിന്നെ വേറൊന്നുമില്ല. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.